നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിലുണ്ടാക്കിയ ചലനങ്ങൾ ചെറുതല്ല. ഇപ്പോഴിതാ കേരളത്തിലേക്ക് ആദ്യമായി ഡബിൾ ഡെക്കർ തീവണ്ടി വരുന്നു. കോയമ്പത്തൂർ KSR ബംഗളൂരു ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിന്റെ പരീക്ഷണയോട്ടം ബുധനാഴ്ച നടക്കും. റെയിൽവേയുടെ ഉദയ് എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ഡെക്കർ AC ചെയർകാർ തീവണ്ടിയാണിത്. കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി വഴിയാവും യാത്ര. നവീകരിച്ച് വൈദ്യുതീകരണം പൂർത്തിയായ പൊള്ളാച്ചി പാതയിൽ ആവശ്യത്തിന് വണ്ടികളില്ലെന്ന പരാതിക്ക് പരിഹാരം കാണാൻ കൂടി ലക്ഷ്യമിട്ടാണിത്. ബുധനാഴ്ച രാവിലെ 8-ന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് 10:45-ന് പാലക്കാട് ടൗണിലും 11:05-ന് പാലക്കാട് ജംഗ്ഷനിലും വണ്ടിയെത്തും. തിരികെ 11:35-ന് പുറപ്പെട്ട് 2:40-ന് കോയമ്പത്തൂരിലെത്തി പരീക്ഷണയോട്ടം അവസാനിപ്പിക്കും. ബുധനാഴ്ചകളിൽ ഉദയ് എക്സ്പ്രസിന് സർവീസ് ഇല്ലാത്തതിനാലാണ് പരീക്ഷണയോട്ടത്തിന് ഈ ദിവസം തിരഞ്ഞെടുത്തത്. ദക്ഷിണ റെയിൽവേയുടെ സേലം, പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് പരീക്ഷണയോട്ടം നടത്തുന്നത്. അതേസമയം റെയിൽവേ ടിക്കറ്റ് എടുക്കാനുള്ള മൊബൈൽ ആപ്പായ UTS വീണ്ടും പരിഷ്കരിച്ചു. പാസ്വേഡിന് പുറമെ OTP ഉപയോഗിച്ചും ലോഗിൻ ചെയ്യാം. ടിക്കറ്റ് പരിശോധനയിൽ പാസ്വേഡ് മറന്ന് പിഴ നൽകേണ്ടി വരുന്ന സാഹചര്യം ഇനി ഉണ്ടാകില്ല. ആപ്പിൽ ഓർഡിനറി എന്ന വിഭാഗം അടുത്തിടെ കൂട്ടിച്ചേർത്തിരുന്നു. എവിടെ നിന്നും ഏത് സ്റ്റേഷനിലേക്കും ജനറൽ ടിക്കറ്റ് എടുക്കാം. 3 മണിക്കൂറിനകം യാത്ര ചെയ്തിരിക്കണം. ഓർഡിനറി, മെയിൽ ഓർ എക്സ്പ്രസ്, സൂപ്പർഫാസ്റ്റ് ടിക്കറ്റ് കിട്ടും. സൂപ്പർഫാസ്റ്റിൽ കയറാൻ അധിക നിരക്ക് സർചാർജ് 15 രൂപ. ആപ്പിലൂടെ തന്നെ എടുക്കാവുന്നതാണ്. സീസൺ ടിക്കറ്റും പ്ലാറ്റ്ഫോം ടിക്കറ്റും കിട്ടും. സ്റ്റേഷനിലെത്തിയാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ അവിടെ പതിച്ചിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാം. അതേസമയം ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് റെയിൽ സർവീസ് എന്നറിയപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഈ വർഷം മാർച്ച് 31 അവസാനം വരെ 2 കോടിയിലധികം യാത്രക്കാരെ വിജയകരമായി കയറ്റി. 2019 ഫെബ്രുവരി 15-നാണ് ഇന്ത്യൻ റെയിൽവേ ഡൽഹിക്കും വാരണാസിക്കും ഇടയിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ആദ്യമായി തുടങ്ങിയത്. 1853-ൽ മുംബൈയിൽ നിന്ന് താനെയിലേക്കുള്ള ചരിത്രപരമായ ആദ്യ ട്രെയിൻ യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ 171-ാം വാർഷികം ഏപ്രിലിൽ അടയാളപ്പെടുത്തുകയാണ്. റെയിൽവേ ശൃംഖലയെ നവീകരിച്ച സംവിധാനമാക്കി മാറ്റുന്നതിന്റെ പ്രതീകമാണ് ഇന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 5 വർഷം മുമ്പാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഡൽഹിക്കും വാരണാസിക്കും ഇടയിൽ ട്രെയിൻ സർവീസ് തുടങ്ങിയത്. ഇന്ന് റെയിൽവേ ഡേറ്റ പ്രകാരം 102 വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ 100 വ്യത്യസ്ത റൂട്ടുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. 24 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 284 ജില്ലകളായി വ്യാപിച്ച് കിടക്കുകയാണ്. 2023-2024 സാമ്പത്തിക വർഷത്തിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ പിന്നിട്ട ദൂരം നമ്മുടെ ഗ്രഹത്തിന്റെ 310 റൗണ്ടുകൾ എടുക്കുന്നതിന് തുല്യമാണ്. മികച്ച പാസഞ്ചർ സൗകര്യങ്ങളുള്ള ഈ ആധുനിക ട്രെയിൻ വേഗത്തിലുള്ള ത്വരിതപ്പെടുത്തലിനും വേഗത കുറയ്ക്കുന്നതിനുമായി ഡിസ്ട്രിബ്യൂട്ടഡ് പവർ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നു. ഇത് സുഖപ്രദമായ യാത്ര ഉറപ്പാക്കുന്നു. തദ്ദേശീയ സെമി ഹൈസ്പീഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ യാത്രക്കാർക്കിടയിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളിടയിൽ ഗണ്യമായ ജനപ്രീതി നേടിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഡബിൾ ഡെക്കർ വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.